ഗൂഗിളിൽ തിരയുമ്പോൾ തന്നെക്കുറിച്ചുള്ള മോശപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രം സെലക്ട് ചെയ്ത് ആദ്യം കാണിക്കുന്നുവെന്നാരോപിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. തന്നെക്കുറിച്ച് മോശം റിപ്പോർട്ടുകൾ കാണിക്കുന്ന ഗൂഗിൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ നല്ല വിവരങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇത് അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് താൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായാൽ നിയമ നടപടി ഉറപ്പാണെന്നും വ്യക്തമാക്കി. ഇത്തരം സെർച്ച് റിസൾട്ടുകൾ നൽകുന്നതിലൂടെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഗൂഗിൾ ഇടപെടാൻ ശ്രമിക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു. വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നിയമവിരുദ്ധ നടപടിയുടെ പേരിൽ ഗൂഗിളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമവിഭാഗത്തിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം വിവരിച്ചു. എന്നാൽ ഗൂഗിളിനെതിരെ ഏത് വകുപ്പ് പ്രകാരം ക്രിമിനൽ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ കമല ഹാരിസിനാണ് ഗൂഗിൾ മുൻഗണന നൽകുന്നത് എന്ന് കൺസർവേറ്റീവ് ഗ്രൂപ്പായ മീഡിയ റിസർച്ച് സെന്റർ പറഞ്ഞിരുന്നു. തങ്ങളുടെ പഠനം ഇതാണ് കാണിക്കുന്നത് എന്നായിരുന്നു മീഡിയ റിസർച്ച് സെന്റർ വിവരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് മുൻഗണന നൽകിയിട്ടില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത്. മീഡിയ റിസർച്ച് സെന്ററിന്റെ ആരോപണം ഗൂഗിൾ തള്ളിക്കളയുകയും ചെയ്തു. ഏതെങ്കിലും വാക്കുകൾ വെച്ച് നടത്തപ്പെടുന്ന സെർച്ചുകളുടെ റിസൾട്ട് വെച്ചുള്ള പഠനം ശരിയായതല്ല എന്നും ഗൂഗിൾ വ്യക്തമാക്കിയിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരൊറ്റ വാക്ക് വെച്ച് നടത്തിയ സെർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ റിസർച്ച് സെന്റർ ആരോപണം ഉന്നയിച്ചത് എന്നും അത് ശരിയായ രീതിയല്ല എന്നും ഗൂഗിൾ മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ആരോപണങ്ങളും ഗൂഗിൾ തള്ളിക്കളയുവാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.